ഒരു പ്രേസ്കർ. എൻ്റെ പേര് മഞ്ജു ദേവസ്കർ. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതും അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒക്കെയാണ് പിതാവിൻ്റെ ഹിതം നമ്മളെപ്പറ്റിയുള്ള, പിതാവിൻ്റെ വില്ല് എന്ന് പറയുന്നത് നമ്മളെപ്പറ്റിയുള്ളത്. അതിന് നമ്മൾ എന്താ പറയുക, ഒരുമനപ്പെട്ടവരായിക്കൊണ്ട്, യുണൈറ്റഡ് ആയിക്കൊണ്ട്, സ്നേഹത്തിലായിക്കൊണ്ട്, അല്ലെ, അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ. ശരീരം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെ, നമ്മുടെ തലയായിരിക്കുള്ള യേശുവുമായിട്ട് കൂട്ടി യോജിച്ച് അത് ഒരു വ്യക്തിയായിട്ട് പൂർണ്ണതയിൽ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് നമ്മളുടെ ഇടയിൽ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ആൾക്കാർ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അടിയും ബഹളവുമായിട്ട് നടക്കുന്നത്, അല്ലെ. പല പല തരത്തിലുള്ള ഡിവിഷൻസും, പെന്തക്കോസുകാർ കുറച്ച്, പിന്നെ ബാപ്റ്റിസ്റ്റുകാർ, ബ്രദറൻകാർ, കാത്തലിക്കുകാർ, ജാക്കോബൈറ്റുകാർ, അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും അത് അടി, അവിടെ ഇടി, ചവിട്ട്, അല്ലെ, വാക്കുകൊണ്ടുള്ള പോരാട്ടം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന. ദൈവം പറയാം എന്താന്ന് വെച്ചാൽ, നമ്മൾ യുണൈറ്റഡ് ആയിട്ടില്ലെങ്കിൽ ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, ക്രൈസ്റ്റിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞവരല്ല നമ്മളെങ്കിൽ, ക്രൈസ്റ്റിനെ പോലെ ആയി തീരാത്തവരാണ് നമ്മളെങ്കിൽ, പിതാവിന് നമ്മളോട്ട് സ്വീകാര്യമല്ല. നമ്മൾ ഈ നാട്ടിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെന്തക്കോസുകാർ തമ്മിൽ അടിയുണ്ടാക്കി, അല്ലെ, ബാപ്റ്റിസ്റ്റുകാരും ബ്രദറൻകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി, എന്താ പറയാ, കാത്തോലിക്കക്കാർ പെന്തക്കോസ്റ്റുകാർക്ക് പാര പണിത്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്തോ മഹാകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വിചാരം. പക്ഷെ ദൈവം പറഞ്ഞ, നിന്റെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ടായില്ലെങ്കിൽ, എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ഇല്ല എങ്കിൽ എന്താ പറയുക, നമ്മൾ ആരും തന്നെ ദൈവത്തിന് സ്വീകാര്യനല്ല എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പൊ അതാണ് എനിക്ക് സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ് അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുക. കർത്താവെ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു. കർത്താവ് അങ്ങയുടെ ഗ്ലോറി ഞങ്ങൾക്ക് ഷെയർ ചെയ്തത്, ഞങ്ങൾ അങ്ങനെ പോലെ, അല്ലെ, ട്രിനിറ്റി എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആകുന്നതിന് വേണ്ടി കർത്താവ്, സ്നേഹത്തിൽ ഒരുമനപ്പെടുന്നതിന് വേണ്ടി കർത്താവ്, ആ ഒരു ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്. ആ ഒരു സ്നേഹം കർത്താവിലോട്ട് ഭാഗത്തേക്കുള്ള ഒരുമനപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവിലോട്ട്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിന് ഉടമകളായിരിക്കട്ടെ ഞങ്ങൾ. താങ്ക് യു ജീസസ്. അങ്ങയുടെ ഇഷ്ടത്തിന് പ്രകാരം കർത്താവ് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. കർത്താവ്, പാവങ്ങളും കുറ്റങ്ങളും തെറ്റുകളും പറ്റിപ്പോയിട്ടുണ്ട് കർത്താവ്, ക്ഷമ ചോദിക്കുക. പക്ഷെ ഇന്ന് തൊട്ട് കർത്താവ്, ഈ നിമിഷം തൊട്ട് കർത്താവ്, ഒരുമനപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരോട് പൊറുക്കാനുമുള്ള ഒരു മനസ്സ് ഞങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് നമുക്ക് എഫേഷ്യക്കെതിരെ ലേഖനത്തിലേക്ക് പോകും. എഫേഷ്യന്റെ 4:1 തൊട്ട് 16 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. പിന്നെ കൊളോഷ്യക്കകത്തുനിന്ന് കുറച്ച് വായിക്കണം. ഒന്നാമത്തെ പത്രോസിന്ന് 1-2 വാക്കുകൾ. അപ്പൊ ആദ്യം എഫേഷ്യന്റെ 1 തൊട്ട് 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 16 വരെ ഒന്ന് വായിക്കും. വായിച്ചു പോകാൻ നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്തൃസേവന നിമിത്തം ബദ്ധനായിരിക്കും ഞാൻ പ്രബോധിപ്പിക്കുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കും ഞാൻ. പോള് പറയുവാണ്, അല്ലെ, ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവമായ പിതാവുമായവർ ഒരുവൻ. അപ്പോ ഇത് നമ്മൾ വളരെ അധികം കാര്യമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ വിളിച്ചിരിക്കുന്ന വിളിക്കാൻ ഒപ്പമുള്ള ഒരു ജീവിതം, അതിന് വേർതി ആയിട്ടുള്ള കൈൻഡ് ഓഫ് ലൈഫ് ലീഡ് ചെയ്യണമെന്ന് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക. എന്താണ് നമ്മുടെ വിളി? വിളി എന്ന് പറയുമ്പോൾ നമ്മൾ
നമ്മൾ ജനറലി നമ്മൾക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റർമാരാകുക, പ്രീച്ചർമാരാകുക, ഇവാഞ്ചലിസ്റ്റുകളാകുക, അങ്ങനെയൊക്കെ ഒരു അല്ലെ അപ്പോസ്റ്റലന്മാരാകുക, പ്രോഫറ്റുമാരൊക്കെ ആകാൻ എല്ലാവർക്കും താല്പര്യം. കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവരും അറിയുമല്ലോ അല്ലെ, അറിയപ്പെടുമല്ലോ. ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ അറിയപ്പെടണം താല്പര്യം വലിയ എന്താ പറയുക ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പൊ പ്രോഫറ്റുമാരൊക്കെ ആയിക്കഴിയുമ്പോൾ അപ്പോസ്റ്റലന്മാരൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലാവരും അറിയപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പം മിക്കവാറും ആൾക്കാരിലുള്ളത്. പക്ഷെ ദൈവം പറയുന്ന വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതും നമുക്കുള്ള ഏറ്റവും വലിയ വിളി അല്ലെ. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഇതാണ്, ദൈവവുമായിട്ട് സഹകരിച്ചു പോകും, ദൈവത്തിന്റെ ഹൃദയത്തോട് അല്ലെ ദൈവത്തിന്റെ വഴികളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്തുകൊണ്ട് ദൈവം പോകുന്ന വഴി, ദൈവത്തിന്റെ വഴി നടന്നുകൊണ്ട് അല്ലെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കുക. അപ്പോ ദൈവം ഒരു ക്രിയ നമ്മുടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിപ്പിക്കത്തിലേക്ക് 1-ാമത്തെ ചാപ്റ്റർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവ് നമ്മുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയ അത് അപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ തന്നെ ദൈവവുമായിട്ട് ആ ഒന്ന് എന്താ പറയാ അലൈൻ ചെയ്ത് നമ്മൾ യോജിപ്പിച്ച് നടക്കുമ്പോൾ, ദൈവത്തിന്റെ വഴി കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ അല്ലെ, അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് തന്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിരിക്കും. 1-ാമത്തെ ജോണിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, 3-ാമത്തെ ചാപ്റ്ററിൽ യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, യേശുവിനെ പോലെ ആയിത്തീരുക. അതല്ല വേറെ ഒന്നും പിതാവിന് അക്സെപ്റ്റബിൾ അല്ല, അതില്ലാതെ വേറെ ഒന്നും പിതാവിന് സ്വീകാര്യവുമല്ല. അപ്പൊ അതിന് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് പൂർണ്ണ വിനയത്തോടും സൗമ്യതയും ദീർഘക്ഷമയോടും കൂടി നടക്കുക, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുന്ന ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് താഴ്മയുള്ളവരായിരിക്കും, സൗമ്യതയുള്ളവരായിരിക്കും, ദീർഘക്ഷമയുള്ളവരായിരിക്കും. ചുറ്റോട് ചുറ്റും നിൽക്കുന്ന ആൾക്കാര്, കൂട്ട് പടയാളികള്, വിശ്വാസികളെല്ലാം ഒരേ മനസ്സിൽപ്പെട്ടവരായിരിക്കണമെന്നില്ല. പക്ഷെ പ്രശ്നങ്ങളും എന്താ പറയാ പരാതികളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അതൊക്കെ ദീർഘക്ഷമയോട് കൂടി എന്താ പറയാ എല്ലാം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിരിക്കുക. സ്നേഹത്തെ അന്യോന്യം പൊറുക്കുക, ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നവരായിരിക്കുക. സ്പിരിറ്റില് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്കുള്ള ഐക്യത അതിനെ കാത്തു സൂക്ഷിക്കുന്ന, സമാധാനത്തെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് യുണൈറ്റഡ് ആയിരിക്കുക അല്ലെ, എന്താ നിറ്റ് ടുഗദർ അല്ലെ, നമ്മുടെ മനസ്സെല്ലാം ഒരുമനമായിരിക്കുന്നുകൊണ്ട് അല്ലെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന വ്യക്തികളായിരിക്കും, ഒരേപോലെയുള്ള വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം അടുപ്പത്തിലായിരിക്കുന്ന വ്യക്തികൾ, യുണൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ളവർ കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കാതെ, അവർക്ക് കുറ്റമുണ്ട് കുറവുണ്ട്, നമുക്കും ഇല്ലേ, നമുക്കില്ലാത്ത വ്യക്തികളൊന്നും അല്ലല്ലോ അല്ലെ. ദൈവം നമ്മളെയൊക്കെ പൊറുക്കുന്നില്ലേ, നമ്മളെയൊക്കെ സഹിക്കുന്നില്ലേ, അതല്ല യേശുക്രിസ്തു നമ്മളെ സഹിച്ചുകൊണ്ടിരിക്കുക ദിവസവും അല്ലെ, അതൊക്കെ ദൈവം ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളും മറ്റുള്ളവർ സഹിക്കാൻ ശ്രമിക്കും, വഴക്കും അടിയില്ലാതെ സമാധാനത്തിൽ പോവുക. അപ്പൊ എന്തിനാണ് ദൈവം അങ്ങനെ പറയുന്നത്? ദൈവത്തിന്റെ ബൈബിള് മൊത്തം ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പന അല്ലെ. ജോണിലേക്ക് വരുമ്പോ 13-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുക, എല്ലാവരും സ്നേഹിക്കുക എന്നുള്ള, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോടും പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ, യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്ന് വെച്ചാൽ യുണൈറ്റഡ് ആയിരിക്കും അല്ലെ. എന്താ പറയുക, ജോണിന്റെ 17-ലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് തന്റെ ഗ്ലോറി നമ്മൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡും ജീസസ് ക്രൈസ്റ്റും പിതാവും എങ്ങനെ ഒരുമിച്ചായിരിക്കുന്നു, ഒരുമനപ്പെട്ടവരായിരിക്കുന്നു, അതുപോലെ നമ്മളുമായിരിക്കും. അപ്പൊ അതാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നമ്മളെ കൊണ്ട് അല്ലെ. അങ്ങനെ ആയിരിക്കണം നമ്മൾ. ഇനി എന്തിനാണ് ദൈവം അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്, എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി താഴേക്ക് വായിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 4, 5, 6 വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യാശയ്ക്കായിട്ട് അല്ലെ, ഏക പ്രത്യാശയ്ക്കായിട്ട് പോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ശരീരം യേശുക്രിസ്തു ശരീരം, അത് നമ്മൾ ചർച്ചയിൽ ഒന്നായിട്ട്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒന്നാണ് അല്ലെ, വിശ്വാസം ഒന്ന്, ജ്ഞാനം ഒന്ന്. അപ്പൊ ഒന്നായിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മൾ ഒന്നായിരിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരുമയപ്പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, പറയാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ദൈവം ഒരിക്കൽ പോലും പറയുന്നത് നമ്മുടെ ഇടയ്ക്കൊന്നും പ്രശ്നങ്ങളില്ലെന്ന്. പക്ഷെ എല്ലാ പ്രശ്നത്തിനും ഉപരിയായിട്ട് അല്ല, ഒരു സ്നേഹവും സമാധാനവും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നൊക്കെ നമ്മളിങ്ങനെ ക്രിസ്ത്യൻ വേൾഡിലേക്ക് നോക്കുമ്പോൾ എന്താ അടിയും ബഹളം നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്ക് ഇഷ്ടമല്ല അല്ലെ. പെന്തക്കോസുകാരുടെ ഇടയ്ക്ക് തന്നെ നടക്കുന്ന അടി അങ്ങനെ കുറെ, ബാപ്റ്റിസ്റ്റുകാരെ പെന്തക്കോസുകാർക്ക് ഇഷ്ടമല്ല, പെന്തക്കോസുകാർ
പെന്തക്കോസ്തുകാരെ ആർക്കും ഇഷ്ടമില്ല, ബ്രദറൻകാർക്കും ഇഷ്ടമല്ല, എന്താ പറയാ, റോമൻ കാത്തലിക്കര് ഒരു കാരണവശാലും ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റുകാരെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളവും അടിയും ചവിട്ടും കുത്തുവും നടക്കുന്നു. പക്ഷെ ദൈവത്തിന് ഒന്നും സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഇനി എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? നമ്മളോട് എന്താ പറയുക, ഒരുമനപ്പെട്ട് നിൽക്കണം, ഒരേ മനസ്സുള്ള വ്യക്തികളായിരിക്കണം, യുണൈറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്നുള്ളതാണ് നമ്മൾ ഇനി 7 തൊട്ട് 16 വരെയുള്ള വാക്കുകളും പിന്നെ കൊളോഷ്യന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ 7ാമത്തെ വാക്കോട്ടെ, എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറ്റി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറുകയും ആകുന്നു. ഇനോ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 7ാമത്തെ വാക്ക് 11ാമത്തെ വാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്ന് പറയട്ടെ. 7ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഓരോരുത്തരും ക്രിസ്തു തന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഓരോ ദൈവത്തിന്റെ ദാനമാണ് എല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന, എല്ലാം ദൈവം തന്നിരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളോട് ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കുന്നു, അല്ലെ. ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെ, ചിലരോട് അപ്പോസ്റ്റൽമാരായിട്ട്, ചിലരോട് പ്രോഫറ്റുമാരായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി മിക്കവാറും നമ്മളോട് എല്ലാവരോടും, അല്ലെ, എന്താ പറയുക, ഇവാഞ്ചലിസം ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി മക്കളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനായിട്ടെല്ലായിട്ടും ദൈവത്തിന്റെ ദാനങ്ങൾ തന്നിരിക്കുന്നു, ഓരോ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു, അല്ലെ. നമ്മൾക്ക് വളരുന്നതിനായിട്ടും നമ്മൾക്ക് കൂട്ടുപടയാളികളെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുവരുന്നതിനുമായിട്ടും ഒക്കെ ദൈവം ഓരോ താലന്തുകൾ തന്നിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഓരോ താലന്തുകൾക്കനുസരിച്ചുള്ള കൃപയും നമുക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. ഇനി 8ാമത്തെ വാക്ക്, അത് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തെന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ട സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നത്? എന്താണ് ദൈവത്തിന്റെ താല്പര്യം ഇവിടെ എന്നുള്ളൊരു കാര്യം ദൈവം ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, സകലതിനെ നിറയ്ക്കേണ്ടതിന് അവൻ സ്വർഗത്തിന് മീതെ കയറിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ഭൂമിയുടെ അധോലോകത്തിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലെ മീതെ കയറിയവനാകുന്നു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, സകല സൃഷ്ടിയെയും ദൈവം നിറയ്ക്കേണ്ടതിന്, യേശുക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കേണ്ടതിന്, അതാണ് പിതാവിന്റെ താല്പര്യം, അല്ലെ. ഈ സകല സൃഷ്ടിയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലതും, ഭൂമിയായിട്ട്, സ്വർഗമായിട്ട്, പാതാളമായിട്ട്, എന്തും ആയിക്കൊള്ളട്ടെ, അല്ലെ. സകല മനുഷ്യരും, പട്ടിയും പൂച്ചയും കുരങ്ങനും സകല ചരാചരവും മനുഷ്യരും എല്ലാം ഫില്ല് ചെയ്തിരിക്കേണ്ടത് യേശുവിനെ ക്രിസ്തുവിനെ കൊണ്ടാണ്. സകലതിനെ ഫില്ല് ചെയ്തിട്ട് സകലത്തെ നിറയ്ക്കേണ്ടതിന്, അല്ലെ, യേശു ക്രിസ്തുവിനാൽ നിറയ്ക്കേണ്ടതിന് അവൻ ആദ്യം എന്താ പറയാ, അധോഭാഗത്തേക്ക് ഇറങ്ങി ഭൂമിയുടെ, പിന്നെ സകല സ്വർഗത്തിലെയും അതിനെയും നിറച്ചുകൊണ്ട്, അല്ല, സോറി, സകല സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. അപ്പോ ഇതാണ് പിതാവിന്റെ ഹിതം. സകലതും സൃഷ്ടി മൊത്തം യേശുക്രിസ്തുവിനെ കൂടെ നിറഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, സൃഷ്ടിയുടെ ഉള്ളിൽ യേശുക്രിസ്തു ഇല്ലെങ്കിൽ പിതാവിന് താല്പര്യമില്ല എന്ന് ചുരുക്കം. നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഫോം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ജീവിക്കുന്നില്ല എങ്കിൽ, നമ്മൾ കൊളോസ്യക്കത്ത് എഴുതിയതല്ല, കൊളോസ്യക്കത്ത് ലേഖനത്തില് 3ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികളല്ലെങ്കിൽ പിതാവിന് നമ്മളോട് താല്പര്യമില്ല. അത് മനസ്സിലാക്കുക. പിതാവ് സ്നേഹിക്കുന്ന മനുഷ്യവർഗത്തെയല്ല, തന്റെ പുത്രനെയാണ്. അതെപ്പോഴും മനസ്സിലാക്കുക. പിതാവ് മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നുണ്ട്, അത് വാസ്തവം. ഞാൻ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, പിതാവ് സ്നേഹിക്കുന്നത്, മനുഷ്യവർഗത്തെ പിതാവ് സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണല്ലോ പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് വിട്ടത്, അല്ലെ. പക്ഷേ പിതാവിന്റെ റിയൽ ലവ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ പുത്രനോടാണ്. തന്റെ പുത്രനെ പോൽ നമ്മൾ ആയിത്തീരണം, അല്ലെ. തന്റെ പുത്രൻ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. തന്റെ പുത്രൻ മാത്രമാണ് ന്യായവും നീതിയുമുള്ള റൈച്ചസ് ആയിട്ടുള്ള വ്യക്തിയായിട്ടുള്ളത്. യേശുക്രിസ്തു മാത്രമാണ് പെർഫെക്റ്റ്. യേശുക്രിസ്തു മാത്രമാണ് ന്യായവും നീതിയും ആയിട്ടുള്ള ആള്. യേശുക്രിസ്തു മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അല്ലെ. അപ്പൊ പിതാവ് ഹോളിയാണ്, യേശുക്രിസ്തു മാത്രമാണ് ഹോളി ആയിട്ടുള്ള, പരിശുദ്ധനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയി തീരുമ്പോ,
തീരുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹോളി ആയിത്തീരുന്നു, നമ്മൾ പരിശുദ്ധനായിത്തീരുന്നു, നമ്മൾ റൈച്ചസ് ആയി തീരുന്നു. യേശുക്രിസ്തു തന്റെ റൈച്ചസ്നെസ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുക, നമുക്ക് തന്നിരിക്കുക അല്ലെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവന്റെ റൈച്ചസ്നെസ് നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, അവന്റെ ആ ഹോളിനെസ് നമ്മൾക്ക് ഇല്ല എങ്കിൽ പിതാവിന് സ്വീകാര്യമല്ല. പിതാവിന് സ്വീകരിക്കാൻ പറ്റുന്നത്, പിതാവ് ന്യായവും നീതിയുമുള്ള ഒരു വ്യക്തിയാണല്ലോ. പിതാവിന് സ്വീകരിക്കാൻ പറ്റുന്നത് പുത്രനെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളെ പുത്രനെ പോലെയാക്കി തീർക്കുന്നത് അല്ലെ. പുത്രൻ ഇല്ല എങ്കിൽ പിതാവിന് സ്വീകാര്യമില്ല. പിതാവ് സ്നേഹിക്കുന്നത് എന്താ പറയുക, പുത്രനെയാണ് സ്നേഹിക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞു. തന്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്ന ദൈവമാണ് അല്ലെ. അപ്പൊ പുത്രനെ സൃഷ്ടിക്കപ്പെട്ടവനാന്ന് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. തന്റെ സൃഷ്ടി നശിച്ചു പോകുന്ന താല്പര്യമില്ലാത്ത ആളാണ് പിതാവ് അല്ലെ. ആ സൃഷ്ടി എല്ലാത്തിനെയും യേശുവിനെ പോലെ ആക്കി തീർക്കണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ വാക്കിൽ പറഞ്ഞ സകലതിനെയും നിറയ്ക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവം നമ്മുടെ കൂതറ സ്വഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ പിതാവിന് അത് സ്വീകാര്യമല്ല. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. കാരണം സകല സ്നേഹത്തിനും അർഹതയുള്ളത് യേശുക്രിസ്തു മാത്രമാണ്. ഇതിപ്പോ അങ്ങനെ അങ്ങ് പറയട്ടെ, സകല സ്നേഹത്തിനും, പിതാവിന്റെ സ്നേഹത്തിനാണെങ്കിലും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സ്നേഹത്തിനാണ് അർഹത യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് എവിടെയാണ് അർഹതയുള്ളത്? നമ്മളെ അർഹത ഉണ്ടായിട്ട് ദൈവം സ്നേഹിച്ചൊന്നുമല്ല അല്ലെ. ദൈവം അങ്ങ് സ്നേഹിക്കുക നമ്മളെ, കാരണം പുത്രനുണ്ട് നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ട് മാത്രം. ഇനി 11ാമത്തെ വാക്ക് പറയട്ടെ. 11ാമത്തെ വാക്കോട്ട് പറയുക, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കും. അപ്പൊ നമ്മള് 7ാമത്തെ വാക്കിൽ വായിച്ചതുള്ളൂ, ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ നമുക്ക് തന്നിരിക്കുന്നു പറഞ്ഞു. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ 11ാമത്തെ വാക്കിൽ പറയുക, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും തന്റെ കൃപ പല രീതിയിൽ കൃപ കൊടുത്തിരിക്കുന്നു, ഗ്രേസ് കൊടുത്തിരിക്കുന്നു. അതില് ചിലരെ അപ്പോസ്തലന്മാരായിട്ട് ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരുമായിട്ട് നിയമിച്ചിരുന്നു. 5 ഓഫീസുകൾ ഉണ്ടല്ലോ അല്ലെ. അപ്പോസ്തലന്മാര്, പ്രോഫറ്റുമാര്, പാസ്റ്റർമാര്, ഇവാഞ്ചലിസ്റ്റുകൾ, ടീച്ചർമാര് അല്ലെ. ആ ഒരു 5 ഒരു ഓഫീസുകൾ ഉണ്ടല്ലോ ദൈവത്തിന്റെ രാജ്യത്ത് അല്ലെ. നമ്മൾക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, നമ്മള് ദൈവത്തിന്റെ മക്കളെ എഡിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള, അതിനെപ്പറ്റി പറഞ്ഞു. 12ാമത്തെ വാക്ക്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനോടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാവുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ നമുക്ക് അപ്പോസ്റ്റലന്മാരെയും പ്രോഫറ്റ്മാരെയും ടീച്ചർമാരെയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വിശ്വാസത്തിലും പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യത വരുന്നതിന് വേണ്ടി അല്ലെ. ഐക്യതപ്പെടുന്നതിനും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുകയുള്ളൂ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി, അതിനായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ ഐക്യത വേണം. വിശ്വാസത്തിൽ ഐക്യത ഉണ്ടാകുന്നതിന് വേണ്ടി, പരിജ്ഞാനത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ ഐക്യത ഉണ്ടാകുന്നതിന് വേണ്ടി തികഞ്ഞ പുരുഷത്വം എല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുക, ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് വരുന്നതിന് വേണ്ടി, ആ തികഞ്ഞ മനുഷ്യൻ എന്നതിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെ. നമ്മൾക്ക് നമ്മുടെ പരിജ്ഞാനത്തില് ഐക്യത ഉണ്ടായിരിക്കണം, വിശ്വാസത്തിൽ ഐക്യത ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്നുപോലെ, നമ്മുടെ അറിവും ഒന്നുപോലെ ആയിക്കൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി, യേശുവിന്റെ സമ്പൂർണതയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് നമുക്ക് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം തന്നിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി. അതാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടൽ അല്ലെ. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏകീഭവിച്ചിരിക്കണം, നമ്മുടെ അറിവിൽ ഏകീഭവിച്ചിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി, അവനെ പോലെ പെർഫെക്റ്റ് തികഞ്ഞ പൗരുഷത്തോടു കൂടി അല്ലെ, തികഞ്ഞവരായിത്തീരുന്നതിന് വേണ്ടി, യേശുവിനെ പോലെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവരായിത്തീരുന്നതിന് വേണ്ടി. അപ്പൊ അതിന് നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം.
എന്തായിരിക്കണം? ഏകമനപ്പെട്ടവരായിരിക്കണം. അത് ഈ യേശുവായി തീരുന്നില്ല, യേശുവിനെ പോലെ ആയിത്തീരുന്നത്, യേശുവിന്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്, നടക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ആണെങ്കിൽ, ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വ്യക്തിനെയായിട്ട് ദൈവം ഡീൽ ചെയ്യുന്നുണ്ട്, അത് വാസ്തവം. പക്ഷെ യേശുവിന്റെ ശരീരങ്ങളാണ് നമ്മള്, അല്ലെ? യേശുവിന്റെ ശരീരങ്ങൾ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരങ്ങളാന്ന് പറഞ്ഞു കഴിയുമ്പോ ശരീരങ്ങളാന്നല്ല, യേശുവിന്റെ ശരീരമാണ് നമ്മൾ. ചർച്ച് യേശുവിന്റെ ശരീരവും യേശു തലയുമാണ്. അപ്പൊ ആ തലയും ശരീരവും ഒരുപോലെ ആയിത്തീരണം, അല്ലെ? നല്ല പെർഫെക്റ്റ് ആകത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് ശരീരത്തിന്റെ ഓരോ മെമ്പേഴ്സ് ആയിരിക്കണം നമ്മള്, അല്ലെ? ഓരോ എന്താ പറയുക, അംഗങ്ങൾ എന്ന് വെച്ചാൽ കാലും കയ്യും മൂക്കും നാക്കും എല്ലാം ആയിരിക്കുന്ന നമ്മള് ഒരേപോലെ വളരുകയും ഒരേപോലെ ഒരുമനപ്പെട്ടുകൊണ്ട് ആയിരിക്കും, യുണൈറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് ഏകീഭവിച്ചിരിക്കുന്നവരായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരുപോലെ വളരാനും യേശുവിനെ പോലെ ആയിത്തീരാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ല, ഇനി 14ാമത്തെ വാക്കോട്ട് പറയുക, ഇങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയിലും ഉപായത്തിലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിലും അലഞ്ഞുഴുന്ന ശിശുക്കളാകാതിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം വളരുക, അതാണ് ചർച്ചിനെ പറ്റി ഉള്ള ദൈവത്തിന്റെ ഹിതം. നമ്മള് കാറ്റിലും കോളിലും ഉലയുന്ന സൈറ്റൻ അവൻ്റെതായിട്ടുള്ള ഡോക്ടറിനോട്ട് വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? അപ്പോ നമുക്കറിയാം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ കൊളോസ്യർക്ക് 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കേട്ട ആ ഗോസ്പലിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ? ഇളകിപ്പോകുന്ന വ്യക്തികളായിരിക്കണം. ഗലാത്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പോള് പറയും, ഞങ്ങളാണെങ്കിൽ പോലും, ഇനി ഏഞ്ചൽസ് വന്നെങ്കിൽ പോലും വേറെ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗോസ്പൽ പറയണം, അതിൽ വിശ്വസിക്കുന്ന ഒരു കേഴ്സ് ആയിട്ടുള്ളതാ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു എന്ന ആ ഗോസ്പല്, അല്ലെ, യേശു എന്ന എന്താ പറയാ, സുവിശേഷം, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന വ്യക്തികളായിരുന്നു. അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടി പിശാച് പല കാര്യങ്ങളായിട്ട് വരും, പലതരത്തിലുള്ള ഡോക്ടറായിട്ട് വരും. അപ്പൊ നമ്മുടെ വിശ്വാസം ഒരുപോലുള്ള വിശ്വാസം, ഒരുമിച്ചുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ നോളജ് ഒന്നല്ലെങ്കിൽ നമ്മൾ യേശുവിൽ വളരാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ നമ്മളെന്താ വെച്ചാൽ അങ്ങോട്ട് കാറ്റിലും കോളിലും ഇളകിപ്പോകുന്നു, കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ ഉള്ളവരായി. അങ്ങനെ ആകാതിരിക്കുന്നതിന് വേണ്ടി ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ, അല്ലെ, ആ ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ക്രിസ്തു എന്ന തലയോളം വളരുന്നതിന് വേണ്ടി, എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന പിതാവ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. ഇനി 15ാമത്തെ വാക്ക്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സകലത്തിലും ക്രിസ്തു എന്ന തലയോളം വളരുന്ന വ്യക്തികളായിരിക്കണം. വളർച്ച വരുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഡിവൈഡഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വളരുന്നില്ല. നമ്മളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പിശാചിന്റെ താല്പര്യം. നമ്മള് ഇങ്ങനെ എപ്പോഴും അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ഇങ്ങനെ ഡിവൈഡ് ആൻഡ് കോൺകർ എന്നാണല്ലോ പറയുന്നത്, അല്ലെ? അപ്പൊ എന്താന്ന് വെച്ചാല് ഭിന്നിപ്പിച്ച് നേടുക എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ആക്കി നിർത്തണം എന്നാണ് പിശാചിന്റെ ആഗ്രഹം. അപ്പൊ ദൈവം നമ്മളെ പറ്റി പറഞ്ഞിങ്ങനെ, നമ്മൾ അങ്ങനെ ആവുന്ന വ്യക്തികളാകരുത്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് ഡിവിഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വളരാൻ സാധിക്കത്തില്ല. 16ാമത്തെ വാക്ക്, ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനു ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും, അല്ലെ, ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ നമ്മളെല്ലാരും ഒരുമനപ്പെട്ടുകൊണ്ട്, അല്ലെ, നമ്മൾക്ക് ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, സെൽഫിഷ്നെസ് ഇല്ലാതെ നമ്മൾ ഒരുമനപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും നെറ്റ് ടുഗദർ ആയിട്ട്, ജോയിന്റ് ആയിട്ട് നമ്മൾ വളരാൻ സാധിക്കുള്ളൂ, ക്രൈസ്റ്റിൽ വളരാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചെളിവാരി എറിയുന്ന
അടിക്കുന്നവരും ചവിട്ടുന്നവരും തുഴിക്കുന്നവരും ആണെങ്കിൽ നമുക്ക് വളരെ സാധിക്കില്ല, യേശുവിനെ പോലെ ആയി തീരെ സാധിക്കില്ല. 15ാമത്തെ വാക്യ പറയുന്നത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, അല്ലെ? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം നമ്മൾ, എങ്കിൽ മാത്രമേ പിതാവിന് സ്വീകാര്യമായിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മൾ വളരണേ, നമ്മൾ ഒരുമനപ്പെട്ടവരായിരിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കോളിങ്, യേശുവിനെ പോലെ ക്രിസ്തു എന്ന തല പോലെ ആയിത്തീരുവെന്നുള്ളത്, അല്ലെ? അതിനായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, 2ാമത്തെ ചാപ്റ്ററിൽ 1 തൊട്ട് 3 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും, കൊളോസ്യയിലുള്ളവർക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി, എന്ന് വെച്ചാൽ നമ്മൾ ആരും പോളിന്റെ മുഖം കണ്ടിട്ടില്ല. കൊളോസ്യർക്കെഴുതിയ ലേഖനം എഴുതിയിരിക്കുന്നത് പോളാണ്, പോളിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടി എഴുതുക. 2ാമത്തെ വാക്ക്, അവൻ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം. അപ്പൊ ക്രിസ്തു എന്ന മർമ്മത്തിൽ, ദൈവമർമ്മം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും നമുക്ക്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനവും യേശുക്രിസ്തുവിന്റെ വിവേക പൂർണ്ണതയുടെ സമ്പത്തും നമുക്ക് കിട്ടണം. എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ചു. സ്നേഹത്തിൽ ഏകീഭവിച്ച് നിൽക്കുന്ന, ഒന്നായി നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ക്രിസ്തു എന്ന മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണയുടെ സമ്പത്തും ലഭിക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയാനും യേശുക്രിസ്തുവിന്റെ വിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിലും യേശുക്രിസ്തുവിനെ പോലെ വളരണമെങ്കിലും ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യണം, അവനെ മനസ്സിലാക്കണം. അവന്റെ യേശുക്രിസ്തു ആരെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് നമ്മൾ ഒരു മനസ്സ് ആയിരിക്കുമ്പോഴാണ്, ഏകീഭവിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ അടിയുണ്ടെങ്കിൽ യേശുക്രിസ്തു ആരെന്ന് നമുക്ക് മനസ്സിലാകത്തുമില്ല. അവന്റെ പരിജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ പൂർണ്ണതയും സമ്പത്തും ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുമില്ല. നമുക്ക് ആകെപ്പാടെ ഉള്ളത് നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം മാത്രമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം 100% ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകും, അല്ലെ? അതാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ 3ാമത്തെ വാക്ക് പറയാം, അവനിൽ ജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളും ഒക്കെയും ഗുപ്തമായിരിക്കുന്നു. യേശുക്രിസ്തു ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും എല്ലാത്തിന്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിരിക്കുന്നു. അവനെ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെ? അവന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണ സമ്പത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ഒരുമനപ്പെട്ടുകൊണ്ടായിരിക്കും ഉള്ള വ്യക്തികളായിരിക്കും. അപ്പൊ നമുക്കറിയാം, പത്രോസിൽ 1ാമത്തെ പത്രോസ് 2ാമത്തെ ചാപ്റ്റർ 4-5 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, യേശുക്രിസ്തു എന്നുള്ള ആ കല്ല്, മൂലക്കല്ല് തള്ളിക്കളഞ്ഞപ്പെട്ടവരാണ്, മനുഷ്യരെ തള്ളിക്കളഞ്ഞവർ, പക്ഷെ ദൈവത്താൽ അതിശ്രേഷ്ഠവും മാന്യവുമായിട്ടുള്ളതാണ്. അപ്പൊ അവരിലേക്ക് നമ്മൾ ജീവനുള്ള കല്ലുകളെ പോലെ വരിക, അല്ലെ? ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്, 5ാമത്തെ വാക്ക് പറയാം, 1ാമത്തെ പത്രോസ് 2:5 പറയാം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും ജീവനുള്ള കല്ലുകളെ പോലെ യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട്, അവനാണ് മൂലക്കല്ല്, അവനുമായിട്ട് കൂടി യോജിച്ചുകൊണ്ട്, അല്ലെ? എന്താ പറയാ, ആത്മീയ സാക്രിഫൈസ്, സ്വീകാര്യമായിട്ടുള്ള സാക്രിഫൈസുകൾ, പിതാവിന് കൊടുക്കത്തക്ക രീതിയിൽ, പിതാവിന് സ്വീകാര്യമായിട്ടുള്ള സാക്രിഫൈസുകൾ, അല്ലെ? ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു ജീവിക്കുന്ന കല്ലുകളായിട്ട് മൂലക്കല്ലായിരിക്കുന്ന യേശുവിന്റെ അടുത്തേക്ക് വരിക. എന്താ വെച്ചാല് അക്സെപ്റ്റബിൾ ആയിട്ട്, പിതാവിന് അക്സെപ്റ്റബിൾ സ്പിരിച്വൽ ഹൗസ് പണിയുന്നതിന് വേണ്ടി അവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാക്രിഫൈസുകൾ, പിതാവിന് അക്സെപ്റ്റബിൾ സാക്രിഫൈസുകൾ ഓഫർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമനപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് യേശുവിന്റെ അടുത്തേക്ക് വരിക. അപ്പൊ നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം എന്ന് പിതാവ് പറഞ്ഞതിന്റെ കാര്യം ഇതാ, യേശു എന്ന തലയ്ക്കൊപ്പം വളരുന്നതിന് വേണ്ടി, അവന്റെ പരിജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ പൂർണ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, അവനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ ആകപ്പാട് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടിയും ബഹളവും ചവിട്ടും തൊഴിയും മാത്രമുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മള് എന്താ, നമ്മുടെ പഴയ സ്വഭാവം എന്ന് വെച്ചാൽ ആടത്തിന്റെ DNA ഉള്ള സ്വഭാവം, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം, അല്ലെ? അതിൽ നമുക്ക് യുണൈറ്റഡ് ആക്കിയിരിക്കാൻ സാധിക്കത്തില്ല, അതിന് ഏകീഭവിച്ചിരിക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ അത് പാപത്തിന്റെ സ്വഭാവമാണ്, അത് പാപത്തിൽ നിന്ന് ഉരുവായിട്ടുള്ളതാണ്. ആടത്തിന്റെ DNA എന്ന് പറഞ്ഞാൽ ഫോളൻ ആയിട്ടുള്ള വീണ് പോയിരിക്കുന്ന DNA ആണ്, അല്ലെ? വീണ് പോയിരിക്കുന്ന നേച്ചർ, ആ വീണ് നേച്ചറിൽ വെച്ചിട്ട് വീണ് സ്വഭാവത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിന്
ഒരുമനപ്പെട്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മൾ ഒരുമനപ്പെടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. കാരണം അതിന് പാപത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉള്ളത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടാനും കുത്താനും എന്താ പറയാ നശിപ്പിക്കാനും കുതികാല് വെട്ടാനും ചതിക്കാനും സാധിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് നമ്മളോട് ദൈവം യുണൈറ്റഡ് ആയിരിക്കാൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളില് പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന യേശുവിന്റെ DNA യേശുവിനെ പോലെ സൃഷ്ടിച്ചിരിക്കുന്ന യേശുവിന്റെ ലൈക്നെസ്സിലും ഇമേജിലും നമ്മൾ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ സ്പിരിച്വൽ ബീങ് ഉണ്ടല്ലോ. നമ്മൾ ബോണഗെയിൻ ആയി കഴിയുമ്പോൾ നമ്മളുടെ സ്പിരിറ്റ് ജനിച്ചല്ലോ, പുതുതായിട്ട് ജനിച്ചല്ലോ. ആ സ്പിരിച്വൽ ബീയിങ്ങിന് ആ സ്പിരിറ്റിന് യേശുവിന്റെ സ്വഭാവമുള്ളത്, യേശുവിനെ പോലെ ഹ്യൂമിലിറ്റിയുള്ള, ഹമ്പിളായിട്ട് താഴ്മയുള്ള, സ്നേഹമുള്ള, അനുസരണയുള്ള അല്ലെ, പിതാവിന് നമ്മൾ എങ്ങനെയായിരിക്കണം അതുപോലെയുള്ള സ്വഭാവം നമ്മുടെ ആ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിനുണ്ട് അല്ലെ, സ്പിരിറ്റിനുണ്ട്. അപ്പൊ ആ സ്പിരിറ്റ് നമുക്ക് യൂണിറ്റി വരത്തുള്ളൂ അല്ലെ. നമ്മൾ എത്രമാത്രം നമ്മുടെ സ്പിരിറ്റ് ആക്റ്റീവ് ആണോ, എത്രമാത്രം നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആണോ, നമ്മുടെ സ്പിരിറ്റ് എത്രമാത്രം വളർന്നിട്ടുണ്ടോ, അതുപോലെ ഇരിക്കും നമ്മുടെ യൂണിറ്റി. അതുപോലെ ഇരിക്കും നമ്മൾ മറ്റുള്ളവരായിട്ട് ഏകീകരിക്കാൻ ഒരുമിച്ച് വരാനുള്ള നമുക്കൊരു കഴിവെന്ന് പറഞ്ഞാൽ അവരുടെ സ്പിരിറ്റ് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ, നമ്മളുടെ സ്പിരിറ്റ് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യേശുക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതുപോലെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. യേശുവിനെ പറ്റി നമുക്കറിയാലോ, മറ്റുള്ളവരെ അല്ലെ പിതാവിനെ എന്താ പറയണേ അനുസരിക്കുക, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുക. ട്രിനിറ്റിയുടെ രണ്ടാമത്തെ ആള് യേശുക്രിസ്തു. എന്നാലും നമുക്കറിയാം ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ എങ്ങനെയാ പറഞ്ഞത്, 4ാമത്തെ ചാപ്റ്ററിലൊക്കെ ഹോളി സ്പിരിറ്റ് ഗോഡ് നയിച്ചു യേശുക്രിസ്തുവിനെ എന്താ പറയാ വിൽഡർനെസ്സിലേക്ക്, മരുഭൂമിയിലേക്ക് നയിച്ച് പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ യേശു ഈൽഡഡ് ആണ്, യേശു എന്താ പറയാ സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അതാണ് മനസ്സ് അല്ലെ. അവര് സ്നേഹത്തിലാണ്, ഹോളി സ്പിരിറ്റ് ഗോഡും യേശുക്രിസ്തുവും പിതാവും തമ്മിൽ സ്നേഹത്തിലാണ്. ആ ഒരു സ്വഭാവം വരുന്നത് നമ്മുടെ ഈ ജഡത്തിലുള്ള വ്യക്തിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ജഡത്തെ നശിപ്പിച്ചു കളയാൻ പറയുന്നത്. ആ ഒരു സ്നേഹം, സമാധാനം, സന്തോഷം അതെല്ലാം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്പിരിറ്റ് പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന സ്പിരിറ്റ് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ ആ നമ്മുടെ സ്പിരിറ്റിൽ വളരുന്ന വ്യക്തികളായിരിക്കാം. സ്പിരിറ്റിൽ നമ്മൾ എങ്ങനെ വളരാൻ പറ്റും, നമ്മുടെ സ്പിരിറ്റ് എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റും, യേശുവിന്റെ സ്വഭാവത്തെ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും. നമ്മുടെ സ്പിരിറ്റിനുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ് അല്ലെ. ദൈവത്തിന്റെ വചനം വായിക്കുന്നവരായിരിക്കും, മെഡിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കും, അത് കഴിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ അല്ലെ. അപ്പൊ ഈ ദൈവത്തിന്റെ കൂടെ ഒപ്പം ഇരിക്കുന്ന വ്യക്തികളായിരിക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ജഡത്തിന്റെ സ്വഭാവം നശിച്ചു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പിതാവിന്റെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളില് യൂണിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിതാവ് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്പിരിറ്റിൽ നമ്മൾ വളർത്തണം അല്ലെ. നമ്മൾ കൂടുതൽ ടൈം ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ആ ജഡത്തിന്റെ സ്വഭാവം നശിപ്പിച്ച് കളയണം. ജഡത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. ജഡത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടാനും കുതികാല് കുത്താനും വെട്ടാനും മാത്രമായിരിക്കും അല്ലെ. നമ്മൾ നശിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സ്വീകാര്യരുമായിരിക്കത്തില്ല. അങ്ങനെയുള്ള ജീവിതം ആയിരിക്കാതിരിക്കട്ടെ നമുക്ക്. നമ്മുടെ ജഡത്തിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത്. നമുക്കപ്പോൾ ഒരുമനപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് യേശുക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരണം. അവന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിൽ. അല്ലെങ്കിൽ നമ്മൾ സ്വീകാര്യരല്ല പിതാവിന്. അതെപ്പോഴും മനസ്സിലാക്കി. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയുള്ളത്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഇന്ന് ഞങ്ങൾക്ക് വചനം കേൾക്കാനും പഠിക്കാനും സാധിച്ചതിനാൽ നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഓ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, ഞങ്ങളുടെ കൂടെ എന്നും ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം അനുസരിച്ച് ജയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് കേട്ടാൽ നന്ദി. ദൈവത്തെ മഹത്വം.